ഒരാൾ എനിക്ക് തരാണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒളിപ്പിച്ച് വിളിക്കുന്ന ഒരു സാധനം ഞാൻ കയ്യോടെ പൊക്കിക്കൊണ്ട് കാണിച്ചിട്ട് കണ്ടതാ. ഇളഞ്ഞി കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പൊന്നും കുടിക്കില്ല ഗൈസ്. എങ്ങനെ കുടിക്കും ഗൈസ്? എന്റെ തട്ടിപ്പിടിച്ച് കുടിക്കൂലേ? നമ്മളെ പിൻട്രസ്റ്റിന്റെ അതില്ലേ നമ്മളെ എന്താ പറയാ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ, കണ്ടോ ഈ ബോട്ടിലിന്റെ ഞാനൊന്ന് വാങ്ങിച്ചു കൊടുത്ത കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കണ്ട പിൻട്രസ്റ്റ് ബോട്ടിൽ. അപ്പൊ കണ്ടോ ഇപ്പൊ അതിന്റെ സ്റ്റിക്ക് ഇട്ടാ കുടിക്കുന്നു, നല്ല സുഖാലേ. കണ്ടോ ഇങ്ങനത്തെ ആരെയുണ്ടോ നിങ്ങളാടെ? നിങ്ങളെ ഭാര്യമാരെങ്ങനെയാണോ ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് കുടിച്ചോളും. ഞാനത് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ വിട്ടുകൊടുത്തു ഗൈസ്. ഈ സമയത്ത് എന്താ പറയാ നല്ല ആവശ്യമായ ഒരു സംഭവമാണല്ലോ നമ്മളെ ഇളഞ്ഞി വെള്ളം പിന്നെ ഇളഞ്ഞൊക്കെ, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. ഇന്നെന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്? ഇവിടെ പോയത് ഇതോ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചെടുക്കട്ടെ. ലോട്ട് ഓഫ് ഫ്രൈസ് എന്താ എന്താ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത്. ആ ഗൈസ്, അപ്പൊ ഇന്ന് എന്താ പറയാ ഓളെ ലോഡഡ് ഫ്രൈസ് ആണ് ഇന്ന് സ്പെഷ്യല്. ഇപ്പൊ പല വെറൈറ്റീസ് ആണ് സ്പെഷ്യല്. ഈ പ്രാവശ്യം ഞാനില്ലേ കൊറേ പ്രാവശ്യം ചില സമയത്ത് എനിക്കില്ലേ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് കിട്ടാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഭയങ്കരമായിട്ടുള്ള ശ്രമത്തിലാണ് ഇത് ക്രിസ്പി. അതായത് ഓൾ എപ്പോഴും ചെയ്യും, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ക്രിസ്പി ആവൂല അല്ലെ ഇവ, എന്താ പറയാ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ലേറ്റസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാല് ക്രിസ്പിനെസ് ഉണ്ട്. ഞാൻ ഏത് വീഡിയോയില് പറഞ്ഞു തോന്നുന്നു. അപ്പൊ ഇത് വേറൊരു മോഡലില് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്പി ആവേക്കും. ഇവളത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരു സിനിമയില് എന്നെ സുഖമായിട്ടും പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതൊരു അമ്മായിയമ്മായിട്ട് വരുന്ന അമ്മായില്ല, അമേരിക്കൻ അമ്മായി അങ്ങനെ എന്തോ ആയിട്ട് വരുന്ന ഒരു സുകുമാരി ഉണ്ട്. അതേ മാതിരി എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ. കിട്ടിയ ചാൻസ് ഒന്നും മിസ് ചെയ്യൂല. അതാണ് ആഷിഖാന്റെ കഴിവ്. അപ്പൊ അങ്ങനെ കാണല്ലേ. കുറച്ചുകൂടെ കുടിച്ച് ടേസ്റ്റ് നോക്കിക്ക. കണ്ടാ കണ്ട 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 ഞാനത് പറയാൻ കാത്തു നിക്ക. കണ്ട ഹെൽത്തി ഉള്ള സാധനമാണ് നമ്മളെ എന്ത് കോക്കനട്ട്. അപ്പൊ ആരെ കുടിക്കാണ്ടില്ലല്ലോ. ഞാൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു തുള്ളി എടുത്തിട്ട് ബാക്കി കൊടുക്കും. പിന്നെ ഇപ്രാവശ്യം ഫുള്ള് സെറ്റപ്പില്ല ദീപ. ഇപ്രാവശ്യം ഫുൾ സെറ്റപ്പില്ല. ഞാൻ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചേ കൊളവാണെങ്കിൽ ഒന്നായിട്ട് കൊളാവണ്ടല്ലോ, 2 സെക്ഷൻ ആയിട്ട്. ഈ ഒരു സെക്ഷൻ ഞാൻ ഓവനിൽ ഇട്ടിട്ട് ചെയ്യും, അതേപോലെ ഇത് ഞാൻ ഫ്രൈ ചെയ്യുമെന്ന് വിചാരിച്ചു. സെറ്റപ്പ്. കാരണം എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാൻ എന്താ പറയാ ക്രിസ്പിനെസ് വിചാരിച്ചമായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കൊണ്ടാണ് ഈ പരാക്രമം ഓർക്കല്ലേ. ക്രിസ്പി ചെയ്യാൻ വെച്ചതാ, അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതാ. അത് ചൂടായി സെറ്റായി ഉണ്ടാവും ചിലപ്പം. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ളത് നമുക്ക് അതിലേക്ക് വെക്കാം. മറ്റേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ലോഡഡ് ഫ്രൈസ് ആഷിഖാന്റെ ഓർമ്മ ശക്തി അവിടെ എല്ലാം കാണിച്ചു കൊടുത്ത് സെറ്റാക്കി. ഇതിട്ട് ഇപ്പൊ ചോദിക്കുക ഫ്രൈസ് മാത്രമാണ്. പോവാൻ വേണ്ടിട്ടല്ലേ? എന്താണ് ആഷിഖ നിങ്ങളെ വൈഫുമാർ എങ്ങനെയാണോ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോകാമെന്ന് അറിയുമ്പോൾ എന്നെ പറയും രാവിലെ പോകല്ല, ഒരു സ്പെഷ്യൽ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകാന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ പറയും 3 മണിയാകുമ്പോൾ ഉണ്ടായി തരുന്നത്. അപ്പം ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്യും. പറയും അല്ല റെഡി ആയില്ല, 6 മണിയാവുമെന്ന് അറിയാം. അങ്ങനെ അത് 7 മണിയാക്കിയിട്ട് എനിക്ക് തരും. എന്നിട്ട് പറയും രാത്രി കഴിച്ച കുഴപ്പമൊന്നും മോശം എന്നാണ് എൻ്റെ പിറ്റേന്ന് പറഞ്ഞ് ഏൽപ്പിക്കും. അതാണ് എൻ്റെ വൈഫിൻ്റെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടാക്കി അത് ഫെയിൽ ആവുകയാണെങ്കിൽ അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് ഒക്കെ സ്വീകരിച്ചിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. സക്സസ് ആവാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അനുസരിച്ചായിരിക്കും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ ഗ്ലാസിന്റെ ഇത് കണ്ടോള് അതിലാ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. ഇതിലേക്കൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതൊക്കെ ശരിക്കും ആശിക ചോദിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ
അതിന് ഇഷ്ടമാണ് ആഷിക്കൊക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ എന്തുണ്ടാക്കിയാലും ഇതാ പറയല്ല അവളെ ഇഷ്ടത്തിലാട്ടോ. കാരണം അത്രയും പൂതികളാ അവളെ. ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡ് തുറന്നാല് ഞാൻ വിചാരിക്കും അതൊന്ന് ഫുള്ള് ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മാറ്റി സെറ്റ് ചെയ്യണം. കാരണം അത്രയും ഫുഡിൻ്റെ. എന്നിട്ട് ഓരോന്ന് കാണുമ്പോൾ പറയും ഇത് നാളുണ്ടാക്കണം. എനിക്ക് ബെനിഫിറ്റ് ആണ്. ഗൈസ് ആണ്, ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എനിക്കിങ്ങനെ കഴിക്കുക ഇതിപ്പോ എന്താ പറയാ, ഡെയിലി ഇങ്ങനെ ഓരോന്ന് പൊതി വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുക ആൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ. ഇതില്ലേ ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഓയിൽ ഫ്രൈ ചെയ്താലേ അതിന്റെ പക്ക ടേസ്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഗൈസ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ പിന്നെ ടേസ്റ്റ് ഇല്ലാണ്ടാവും വിചാരിച്ചിട്ടല്ലേ. അതെ, എന്നാലും ഒരു സെറ്റ് നമ്മള് ഓവനിൽ സെറ്റ് ആക്കി വെച്ചിരിക്കണേ. കാണിച്ചോക്ക്, അതാ ഓവനിൽ സെറ്റ് ആക്കിയ സാധനം കണ്ടില്ലേ. ഒരു സെറ്റ് ക്രിസ്പിനെസ് ഇല്ല കണ്ടോ, ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെ ആയാലും നമുക്ക് അയ്യൊരു നമ്മൾ ഓയിലൊന്നും ഇല്ലാണ്ട് എന്താ പറയാ പക്ക ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണല്ലോ. അപ്പൊ അതിന്റെ ഈ ഒരു ടേസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ക്രിസ്മസ് കുറുക്കുറു ഇല്ല, അത്ര പ്രശ്നമൊന്നും. പിന്നെ ആഷിക്കാക്ക് മയോണൈസ് അലർജി എന്ന് പറഞ്ഞിട്ട് ഒരു പേരിന് മയോണൈസ് ഞാൻ ഉണ്ടാക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അൺഹെൽത്തിയാണ്. കാരണം ഈ സമയത്ത് ഓയിലായിരിക്കും ബെറ്റർ അല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാണ് ഒരാളുടെ വാദം. അതെ, കിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയൂ ഇത് അതേമാതിരി നായിക്കില്ല എന്ന് പറയും. നമ്മൾ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാക്കുന്നുണ്ടോ. ഇതിപ്പോ നമുക്കിപ്പോ കൊള്ള ഓയിലൊക്കെ ഒഴിച്ചിട്ട് മയോണൈസ് ഒക്കെ മാരകമായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയിട്ടൊന്നുമില്ല. തള്ളി മറിയ കൊറേയൊക്കെ തള്ളു, അത് കാര്യമാക്കണ്ട. കുറച്ചൊക്കെ കാര്യമുണ്ട്, കുറെ തള്ളുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പായി പൊരിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് ചിക്കൻ എന്തൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വരാം കേട്ടോ. അസിസ്റ്റന്റ് നമ്മൾ പൊരിക്കാൻ പോലെ ക്രിസ്പി ചിക്കൻ നല്ലത്. അല്ല, നമ്മൾ ചിക്കൻ പോപ്കോൺ ഒക്കെ അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അതാണ് സാധനം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും അല്ലേ? എന്താ ഒരു സംശയം ഇല്ല, ഞാൻ പറഞ്ഞു ശരിയാ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കടയിൽ വാങ്ങുന്ന ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഹോംലി ഫുഡല്ലേ, ഇന്നിങ്ങനെ ആകും. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നിക്കുള്ളൂ. ഞങ്ങൾ ഈ മറ്റേ കടയിൽ പോയിട്ട് ഇത് അതിൽ അത് ഇതിലും ടൈം എടുക്കും കിട്ടാൻ. എന്നിട്ടാണിപ്പോ അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ കാത്തു നിൽക്കണം. അപ്പം നമ്മളെ ചിക്കൻ ഇങ്ങനെ ഇവിടെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു പോപ്കോൺ മാതിരി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓളിങ്ങനെ വേറെ ഇതിലേക്ക് പോയപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. കൂടി അങ്ങോട്ട് അങ്ങനെ പലതും പറയുമ്പോൾ കണ്ടോ, ഇതൊക്കെ എൻ്റെ കൈകളാണ്. അപ്പം എന്താ അപ്പൊ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും, ഞാനും ഓളും കൂടി ഉണ്ടാക്കിയത്. ഇതൊന്ന് ഓരോന്നെടുത്ത് കഴിക്കാൻ നിൽക്കില്ല, ഇല്ല കഴിക്കാൻ എടുക്കില്ല. കൊണ്ടേ അപ്പം നമ്മൾ സെക്കൻഡ് സെക്ഷന് കുറച്ച് കോൺഫ്ലവറിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പൊരിക്കാൻ പോകുന്നത് കേട്ടോ. കം നല്ല കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടിയില്ലേ, വലിപ്പം ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട്. അതൊക്കെ ആരാ കട്ട് ചെയ്തെന്നൊക്കെ നോക്കണം. ഞാനാ സൈസ് എൻ്റെ കൈകളുണ്ട് എല്ലാത്തിനും. ആ ചിക്കനൊക്കെ പൊരിച്ചെടുത്ത ആരാ? ഞാനാ. അത് വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അത് ഇനി അവിടെ അങ്ങനെ അപ്പൊ എന്താ പറയുക, നമ്മുടെ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇതിങ്ങനെ ക്ഷമ പോയി, ഇങ്ങനെ കാത്തിരുന്ന് ക്ഷമ പോയി. എത്രയാണ് ഒരാൾ കാത്തിട്ടെങ്ങനെ കാണിക്കാതെ നല്ല ഇടാൻ നല്ല എക്സോസ് ഫാൻ കഴിയും. അപ്പോൾ ഓൾമോസ്റ്റ് കഴിക്കുന്നില്ല. ഇനി നമ്മളെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ്. ഇത് ഏത് വീഡിയോ കണ്ട് ഇൻസ്പയർ ആയതാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എൻ്റെ ഒരു ഇതാണോ? അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ ഒരു സംഭവം എന്താ അറിയോ, ഭയങ്കര എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താക്കും, പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കി അങ്ങനെ കാര്യം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നത്. ആ ടേസ്റ്റ് പിടിക്കുക, ഇത് നമ്മളെ ഇതിൻ്റെ ചൊക്കയാണല്ലോ, ഇതാണ് കൂടുതൽ എന്നൊക്കെ. പക്ഷെ ഒറ്റൊരു വീഡിയോയിൽ എന്താക്കൂല,
നോക്കിയിട്ട് ഉണ്ടാക്കില്ല, കുറേ വീഡിയോ റെഫർ ചെയ്തിട്ട് ഒരാളെ റെസിപ്പി എടുക്കൂല, ഒരാളെ മാത്രം റെസിപ്പി എടുക്കൂല, എല്ലാവരും റെസിപ്പി എടുത്തിട്ട് അതൊന്നും ഓളതായ ഒരു റെസിപ്പി കൂടെ ഉണ്ടാക്കും. അതാണ് സ്പെഷ്യൽ. നമ്മളെ എയർ ഫ്രയറിൽ വെച്ച ഫ്രഞ്ച് ഫ്രൈസും നമ്മൾ പൊരിച്ച ഫ്രഞ്ച് ഫ്രൈസും ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ടും കാര്യമില്ല. ഇത് രണ്ട് നിൽക്കുന്ന നോക്ക്, എയർ ഫ്രയറിൽ ഇട്ട സാധനവും മറ്റേതിന്റെ ഷേപ്പ് ഒക്കെ ചുരുങ്ങിപ്പോയി. ക്രിസ്പിനെസ് ഉണ്ടല്ലേ ചെറിയൊരു എയർ ഫ്രയറിൽ ഇട്ടേന്. ചിലപ്പോ കുറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡി ആവാനിക്കോ. എന്നാ സെറ്റ് ചെയ്യാമോ? ആദ്യം എന്താ നമ്മള് എയർ ഫ്രയറിൽ വെച്ച് അടി പോട്ടെ ആക്കിക്കണം. അല്ലെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇട്ടോ എന്താ ഇട്ടണം, കുറച്ച് ചിക്കൻ മതി അടിയില്. ഓക്കെ, ആശയ്ക്ക് ഏത് സൈഡാണ് കഴിക്കാം? ആ സൈഡ് നമുക്ക് കുറച്ച് ചിക്കൻ കുറയ്ക്കാം. ഇനി ആശിക്കാക്ക് ഇഷ്ടമില്ലാത്ത മയോണൈസ് കുറച്ചുള്ളൂ കേട്ടോ, കുറച്ചിട്ടാ മതി. കുറച്ചുള്ളൂ, പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. കുറച്ച് ഉണ്ടാക്കിക്കൊള്ളൂ. ഫുള്ളങ്ങോട്ട് ഇടട്ടെ. കുറച്ചോ നാട്ടത് ഇപ്പൊ കൊറേ ആയല്ലോ. ഇത് ഈ ഒരു പാത്രത്തിൽ നിറച്ചിക്ക് വേണ്ടിയ സാധനം അത്. അടുത്തത് അടുത്ത ലെയർ ഫ്രൈസ് ഇടാം. വീണ്ടും ഫ്രൈസ്. ഈ പ്രാവശ്യം പൊരിച്ചതാണോ അല്ലേ? പ്രാവശ്യം പൊരിച്ചത് മുകളിലിടാം. പാത്രം സെറ്റ് ആണെന്ന് തോന്നുന്നില്ല ഇതിന് വേണ്ടിട്ട്. ഈ പാത്രം കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല ഇതിന് വേണ്ടിട്ട്. പുഡിംഗ് ട്രേയോ? ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വീണ്ടും ചിക്കൻ. ഗൈസ്, അങ്ങനെ അവസാനത്തെ ഡെക്കറേഷനിലേക്ക് എത്തി. ഇപ്പം കണ്ടാൽ ഒരു പ്രൊഫഷണൽ കുക്കിനുമായില്ലേ ഇവനെ കാണാൻ അല്ലേ? ആ ഒരു പ്രിപ്പറേഷൻ കണ്ടില്ല നിങ്ങള്? ഫസ്റ്റൊക്കെ നമ്മൾ വിചാരിക്കും ഒരു തുള്ളി വേസ്റ്റ് ആക്കൂല. അപ്പൊ നമ്മളെ അവസാന ഘട്ടത്തിൽ എത്തിയില്ലേ? അത് പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ എടുക്കാൻ പറ്റില്ല. വേറെ വീഡിയോയിലേക്ക് വേണ്ടിട്ട് അതെ, ആ വീഡിയോ കാണുമ്പോൾ അന്നേരം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോയും കാണല്ലോ, അപ്പൊ അതിൽ കണ്ടോട്ട്. ഇനി നെക്സ്റ്റ് എന്താ? ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. വൈറ്റ് സോസ് സമയത്തേക്കുന്ന ഇതില് ഇങ്ങനെ മയോണൈസ് ഒഴിച്ച് അടുത്തായിട്ട് വൈറ്റ് സോസ് ഒഴിച്ച് ഇനി അതിന്റെ മുകളിൽ ചീസ് വെക്കണം ലാസ്റ്റിലേക്ക്. ഇനി എന്നിട്ട് എന്താ ചെയ്യാണ്ടത്? ഒന്ന് കഴിക്കാം. ചൂടാക്കണം. ഓവറിലിട്ട് കുറച്ച് നേരം. അല്ല, ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പുതിന എടുത്ത് വെച്ചിരിക്കണം. പുതിന നല്ല രസം, ഫ്ലേവർ. എന്ത് ചില ആൾക്കാർ ഇതിന്റെ മുകളിൽ ലേസ് ഇടും അല്ലേ? നമ്മളെ മുസ്ലിം ചിലപ്പോ റെസ്റ്റോറന്റ് വേണ്ടി പറയാൻ പറ്റില്ല. പിന്നെ അതിന് മധുരല്ലേ ഉണ്ടാവാ, ഇത് ഉപ്പുള്ള സാധനല്ലേ? പിന്നെ അല്ലാണ്ടോ ഒന്നും ഉണ്ടാവും, ഒരു വികാരം ഉണ്ടാവില്ല കോൺഫ്ലക്സിന്. മധുരം ഉണ്ടാവും, മധുരം അല്ലാണ്ട്. പിന്നെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പുതിന എല്ലാം ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേമാതിരി കുറച്ച് ഉണ്ടാക്കാം, നമുക്ക് ഒറിഗാനോ ഇങ്ങനെ വിതറി കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ഉണ്ടായിരുന്നു അമ്മ? സോ സാഡ്, ചില്ലി ഫ്ലെക്സ് ഇല്ല. ചൂടാക്കണ്ടേ? നമുക്ക് ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അതൊക്കെ എൻ്റെ അസിസ്റ്റന്റ് കയ്യിനോ? അസിസ്റ്റന്റ് സ്പൂണ് നമ്മൾ സപ്ലൈ ചെയ്തോണ്ട് സ്ഥലം അവിടെ കഴിഞ്ഞിട്ടാലോ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്തോട്ടെ കഴിച്ചിട്ട്. നൈസ് നൈസ്. വേറൊരു സാധനം കൂടെ ഉണ്ട്, കാണിച്ചത്. അത് ആ സൈഡിൽ കൂടി മമ്മീസ്
അമ്മ സൈഡ് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഡോണറ്റ് ആണ് വിത്ത് ചോക്ലേറ്റ് അല്ലേ? ഇത് ഗാലക്സി ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ആ ഡോണറ്റ് ചോക്ലേറ്റിലാണ് ഉണ്ടാവുക, പക്ഷെ ഇതിന് സ്പെഷ്യലായിട്ട് ഗാലക്സി ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തല്ലേ? ഇപ്പൊ തന്നെ പകുതിയായി. അതെ ആസ്വദിച്ച് കഴിക്കുന്നതിനെ കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. വേറെ സാധനം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് വെച്ച് കട്ട് ചെയ്ത് കൂടെ? നന്നായിട്ടോ. മധുരവും അതേമാതിരി തന്നെ എരിവും ഒരുമിച്ചായി പോയി. നന്നായിട്ട് എടാ ഇതൊരു ഫുഡി ബ്ലോഗാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ലോയൽ ഫ്രൈസ് ആണോ ഇഷ്ടപ്പെട്ട? കണ്ടു കണ്ടു അടിപൊളി.